ഹലോ, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ്, എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് മെസ്സേജാണ് തരാനുള്ളത്? ഓക്കെ, ഇവിടെ 2 കാർഡ്സുകൾ എടുത്ത് വെക്കുകയാണ്. അതിൽ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്ത് മെസ്സേജാണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കട്ടെ. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്കെങ്കിലും ഇതൊരു നിയമ പോരാട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി അതൊരു ഈക്വലായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള മെസ്സേജ്. ഇതാണ്. ഓക്കെ, അവർ എല്ലാ കാര്യങ്ങളും ഫോർഗീവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേൾവി മദറിയനോസ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ക്യൂൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ട്. ഓക്കെ, നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത്. നല്ലൊരു അവസരം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതെന്ന് നോക്കാം. പ്ലീസ് കിഡ്മി മദ്രീനോസ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാത്തതിന് കാരണം? നിങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലൊരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പ്രവർത്തനം കാരണമായിരിക്കാം, അവരുടെ പ്രവർത്തനം കാരണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടികൾ കാരണമായിരിക്കാം. ഓക്കെ, എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷനെയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഇവിടെ കോടതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ഒരു ഹീലിംഗ് ആയതിന് ശേഷം നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സമാധാനത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക, അഫർമേഷൻ ചെയ്യുക, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.